കർത്താവിന്റെ നാമത്തിൽ വന്ദനം. प्रिय भाई बहनों, प्रभु यीशु मसीह के नाम पे आपको प्रेम का वंदना कहता हूँ। കഴിഞ്ഞ ദിവസം സംസാരിച്ചതിന്റെ ബാക്കിയായിട്ട് അതിൽ തുടരുകയാണ്. ഇന്ന് നാം വായിച്ചത് എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമായിരുന്നു. അതിൽ തുടരുകയാണ്. इफिसियों का पुस्तक उसका 3रा अध्याय उसका 2रा वचन हम जो पढ़े थे इसके पहले, वो वचन के द्वारा हम उसका जो बाकी जो बातें हैं वो मनन करना मैं चाहता हूँ. 1-2 വാക്യമാണ് വായിക്കുന്നത്. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. उसका 1, 2, 3 पढ़ेंगे. इसी कारण मैं पौलुस, जो तुम अन्य जातियों के लिए मसीहा यीशु का बंधुआ हुआ, यदि तुमने परमेश्वर के उस अनुग्रह के प्रबंध का समाचार सुना हो जो तुम्हारे लिए मुझे दिया गया, अर्थात यह कि वह भेद मुझ पर प्रकाश के द्वारा प्रकट हुआ, जैसा मैं पहले संक्षेप में लिखा चुका हूँ. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു പൗലോസ് എന്ന ഒരു കാര്യം. രണ്ടാമതായിട്ട് പൗലോസിന് ലഭിച്ച ദൈവകൃപ എന്നുള്ളത് നിങ്ങൾക്കായി എന്ന് പറയുമ്പോൾ സഭയ്ക്കായി അല്ലെങ്കിൽ വിശുദ്ധന്മാർക്കായിട്ടുള്ളതാണ് എന്നാണ്. तो मसीहा यीशु का बंधुआ हूँ करके वो एक बात, और उनके अनुग्रह जो तुम्हारे लिए मुझे दिया गया है, और उनका अनुग्रह के द्वारा करके एक शब्द भी हम देखते हैं. അപ്പോൾ ദൈവ ഇഷ്ടം പൂർണ്ണമായി ചെയ്തവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. तो परमेश्वर का इच्छा जो पूरी तरीके से जो पूरा किया हुआ है वो हमारा प्रभु यीशु मसीह है. പിതാവിനെ എല്ലാ അർത്ഥത്തിലും പ്രസാദിപ്പിക്കണം എന്നുള്ളതായ ഒരു ആഗ്രഹം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. और प्रभु यीशु मसीह को ये चाहत और इच्छा था कि अपना पिता को पूरी तरीके से वो प्रसन्न करे. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനത് വായിക്കട്ടെ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു എന്നാണ്. और हम इफिसियों का पुस्तक 5वां अध्याय उसका 2रा वचन में हम देखते हैं, जैसा मसीह ने भी तुमसे प्रेम किया और हमारे लिए अपने आप को शुद्धदायक सुगंध के लिए परमेश्वर के आगे भेंट करके बलिदान कर दिया. तो ये परमेश्वर के आगे वो सुगंधदायक सुगंध बन चुका है करके हम देखते हैं. അപ്പോൾ ദൈവ ഇഷ്ടം ചെയ്തവനായ ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ രക്ഷിക്കപ്പെട്ടവനായ അപ്പോസ്തലനായ പൗലോസ്, तो परमेश्वर का जो इच्छा पूरा किया हुआ प्रभु यीशु मसीह, और प्रभु यीशु मसीह के द्वारा जो उद्धार प्राप्त किया गया पौलोस, ആ പൗലോസിന് ലഭിച്ചതെല്ലാം പൗലോസ് പറയുകയാണ് എനിക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടാണ്. और पौलुस को जो भी मिला है वो पौलुस कह रहा है कि मेरे लिए नहीं बल्कि तुम्हारे लिए ये सब बात मुझे प्राप्त हुई है. അപ്പോൾ ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ എഫെസ്യ ലേഖനം 5:2 നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിനാണ് അർപ്പിച്ചത്. അതേ മനോഭാവം തന്നെയാണ് പൗലോസിനും ഉണ്ടായിരുന്നത്. എനിക്കായിട്ട് മരിച്ച, എനിക്കായിട്ട് ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിനെ എല്ലാ അർത്ഥത്തിലും പ്രസാദിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് പൗലോസിലും ഉണ്ടായിരുന്നത്. हम देखते हैं एफेसी का 5वां अध्याय उसका 2रा वचन में जिस तरीके से प्रभु यीशु मसीह ने अपने आप को सुगंधदायक सुगंध के समान परमेश्वर के आगे भेंट चढ़ाया, इसी तरह जो जीवन जो यीशु मसीह ने जिया है वो पूरी तरीके से पिता को प्रसन्न करना चाहिए. इस तरीके का जीवन उन्होंने बिताया. उसी तरह प्रेरित पौलुस भी इधर चाह रहा है कि वो उनका जीवन भी इस तरीके का जीवन हो जाए, इस तरीके का जीवन बन जाए जिधर प्रभु यीशु मसीह का पूरी तरीके का जो प्रसन्न वो हो सके, इस तरीके का जीवन वो बिताए, वो चाहता है. അപ്പോൾ പൗലോസിന്
ലഭിച്ചതെല്ലാം സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയായിരുന്നു. जो पौलुस को जो बातें मिली है वो सारे बातें जो कलीसिया के लिए है, पवित्र संतों के लिए। അപ്പോൾ ഈ പൗലോസ് പ്രസംഗിക്കുന്ന ക്രിസ്തു വളരെ സമ്പന്നനാണ്. और प्रेरित पौलुस जो प्रचार करने वाला ये प्रभु यीशु मसीह जो व्यक्ति है वो बहुत ही धनी है। ഇവിടെ ഇങ്ങനെ നമുക്ക് ഞാൻ ഓർക്കുകയുണ്ടായി, അതായത് അബ്രഹാമിന്റെ ദാസൻ എലയാസർ ചെന്ന് റിബേക്കയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ യജമാനൻ വലിയ സമ്പന്നനാണ്. अब्राहम का जो दास जो एलियासर जो है वो जब रिबेका के घर पर जाकर यूं कहता है कि मेरा जो मालिक है वो बहुत धनी है। ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിലാണ് ആ കാര്യം പറയുന്നത്. उत्पत्ति का पुस्तक उसका 24वां अध्याय उसका वचन 36 में वो बात लिखी है। എന്റെ യജമാനൻ വളരെ സമ്പന്നനാണ്, ആ സമ്പത്തെല്ലാം അവന്റെ പുത്രന് ഉള്ളതാണ് എന്ന് 25-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും പറയുന്നു. और मेरा मालिक जो है वो बहुत संपत्ति है उसके पास, और उसका जो भी संपत्ति का जो सच्चा हकदार जो है वो एक बेटा है जो इसहाक है करके हम 25वां अध्याय का 5वां वचन में हम देखते। ഇതേ മനോഭാവത്തിലാണ് പൗലോസും ഇവിടെ നിലകൊള്ളുന്നത്. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ ജാതികളായിട്ടുള്ളവരെല്ലാവരും അനുഭവിക്കണം എന്നുള്ളതായ ആത്യന്തികമായ ആഗ്രഹത്തോടെയാണ് ഇവിടെ പൗലോസ് സംസാരിക്കുന്നത്. और इधर प्रेरित पौल इस तरह बात कर रहा है जिधर यीशु मसीह का असीमित धन जो है वो जातियों को भी वो प्रकाश होए, उसका प्रकटीकरण मिले, इसके लिए बहुत दौड़ रहा है, इसके लिए मेहनत कर रहा है, इसीलिए खड़ा है इधर प्रेरित पौलुस। ഈ വിഷയത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, ഇത് മുൻകാലങ്ങളിലുള്ളവർക്കാർക്കും അത്ര വെളിപ്പെട്ടിരുന്നില്ല, എന്നാൽ എനിക്ക് വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു എന്ന് എഫെസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങളില് 4-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ, എഫെസ് ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. और उधर हम देखते हैं कि प्रेरित पौल भी उधर ये कह रहा है कि ये जो भेद जो है वो एक समय में छुपा हुआ था, वो प्रकाश के द्वारा मुझे प्रकट हुआ है करके एफेसी का पुस्तक 3:3 में हम देखते हैं। വെളിപ്പാടിനാലാണ് ഈ മർമ്മം പൗലോസിന് അറിവായി വന്നത്. और ये जो भेद जो है वो प्रकाश के द्वारा प्रकट हुआ है करके प्रेरित कहता है। പൗലോസിന് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയത് ദമസ്കോസിൽ വെച്ചാണ്. और प्रेरित पौल को ये दमस्कोस पर रखकर मंडली के विषय में उनको भेद पता चला। അതായത് സഭയെ ക്രിസ്തു എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള ആ വെളിപ്പാട് ദമസ്കോസിൽ വെച്ച് തന്റെ മാനസാന്തരത്തോട് കൂടെ തന്നെ പൗലോസിന് വെളിപ്പെട്ട കാര്യമാണ്. मंडली को जिस तरीके से प्रभु यीशु मसीह प्रेम करता है करके ये जो प्रकटीकरण है उनके उद्धार के समय ही वो प्रकाश हो गया था पौल को। എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ബദ്ധനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. और इधर प्रेरित पौल कहता है कि मैं बंधुआ हूँ। എന്നുവെച്ചാല് പൗലോസ് ഒരു തടവുകാരനായിരുന്നു. ആ തടവിലാകാൻ കാരണമായി തീർന്നത് ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താൽ താൻ ബന്ധിക്കപ്പെട്ടവനായി തീർന്നപ്പോഴാണ്. वो इधर प्रेरित पौल जो है सचमुच बंदी है, लेकिन वो बंदी होने का कारण ये है कि प्रभु यीशु मसीह के प्रेम ने सचमुच उसको बंदी कर दिया है। वो प्रेम का प्रचार करने के वजह से उसको इधर बंदी बना दिया गया है इधर। അതായത് ക്രിസ്തുവും തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനാണെന്ന് പൗലോസ് ഗ്രഹിച്ചു. तो मसीह भी जो है वो अपने आप को हमारे लिए दे दिया है, हमारे लिए अर्पित किया गया है करके ये भेद जो है वो प्रेरित पौल को पता चला। അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. इसके लिए हम देखते हैं 2 कोरिन्थी 5:14 में मसीह का प्रेम मुझे विवश करता। എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല
തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. 14-15 में हम ये देखते हैं, क्योंकि मसीह का प्रेम हमें विवश कर देता है, इसलिए कि हम ये समझते हैं कि जब एक सबके लिए मरा तो सब मर गए, और वह इस निमित्त सबके लिए मरा कि जो जीवित है वे आगे को अपने लिए न जिए, परंतु उसके लिए जो उनके लिए मरा और फिर जी उठा. എന്നുവെച്ചാല് എങ്ങോട്ടും തനിക്ക് പോകാൻ കഴിയാതെ വണ്ണം ഈ സ്നേഹം തന്നെ നിയന്ത്രിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നാണ്. प्रेरित पौल और किधर नहीं जा सकता, इस तरीके का प्रेम जो है वो उन्हें नियंत्रित कर रहा है और उन्हें काबू में लाया गया है करके हम देखते हैं. ഹോശേയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ പാശങ്ങളാൽ ബന്ധിതനായിരിക്കുന്നു എന്ന പ്രയോഗം. होशेया का पुस्तक 11वां अध्याय उसका 4था वचन में हम देखते हैं कि प्रेम की डोरी से खींचता था. ഈ രീതിയില് ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനും നിർബന്ധിക്കപ്പെട്ടവനും നിയന്ത്രിക്കപ്പെട്ടവനുമായിരുന്നു പൗലോസ്. तो इस तरीके के प्रभु यीशु मसीह के प्रेम से खींचा हुआ, इस तरीके का प्रेम से बंदी बनाया गया, इस तरीके प्रेम से विवश हुआ गया व्यक्ति था प्रेरित पौल. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മൾ ജീവിക്കേണ്ട ഒരു ജീവിതം എങ്ങനെയാണെന്ന് അറിയാമോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണം എന്നുള്ള നിർണയമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. इसीलिए हम वचन 15 में पढ़ते हैं, और वह इस निमित्त सबके लिए मरा कि जो जीवित है वे आगे को अपने लिए ना जिए, परंतु उसके लिए जो उनके लिए मरा और फिर जी उठा. അപ്പൊ ഈ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരെ ജീവിച്ച രീതിയുണ്ട്. അതിങ്ങനെയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് മറിയ 300 വെള്ളിക്കാശ് വിലയുള്ള ആ സുഗന്ധദ്രവ്യമാണ് കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ പൂശിയത്. और 300 चांदी के सिक्के का मूल्य आने वाला जो बहुत ही बहुमूल्य जो तेल है वो बहाया गया था मरियम के द्वारा करके हम यूहन्ना का पुस्तक 12वां अध्याय में हम देखते हैं. जो व्यक्ति जो प्रेम से पकड़ गया था, जो विवश हो गया था, जो बंदी बन गई. അപ്പോൾ അത് വളരെ വിലയേറിയതായിരുന്നു. കാരണം അന്ന് ഒരു വയലിൽ അധ്വാനിക്കുന്ന ഒരു വേലക്കാരന് കിട്ടുന്നത് ഒരു കാശായിരുന്നു. क्योंकि उस समय में वो बहुत ही बहुमूल्य था, क्योंकि अगर एक व्यक्ति जो है, एक मजदूर जो है, जब भी वो काम करता था तभी उसको सिर्फ 1 दिनार ही मिलता. അപ്പോൾ ഇത്രയും എന്നുവെച്ചാൽ ഏകദേശം ഒരു വർഷത്തെ ഒരു പുരുഷന്റെ അധ്വാനത്തിന്റെ അത്രയും വിലയുള്ള തൈലമായിരുന്നു ഈ മറിയ യേശു കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ അർപ്പിച്ചത്, അല്ലെങ്കിൽ ഒഴിച്ചത്. इसका मतलब ये है कि ये मरियम ने जो इतना बहुमूल्य जो इत्र जो इन्होंने जो बहाया है, वो इतना बहुमूल्य है कि एक व्यक्ति का 1 साल का जो मेहनत है, जो मजदूरी है, वो है ये 300 दिनार जो हम देखते हैं, जो इत्र के समान वो इधर बहाया करके हम देखते. കാരണം അവളെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചവനോടുള്ളതായ സ്നേഹമായിരുന്നു അവളെ നിയന്ത്രിച്ചിരുന്നത്. और हम देखते हैं कि ये मरियम को जो बचाया हुआ प्रभु यीशु मसीह, जो बहुत नरक का गहराइयों से उनको जो बचाया है, वो प्रेम ये स्त्री ने देखा हम देखते हैं. ആ സ്നേഹമാണ് ഇവള് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അന്ന് വെളുപ്പിനെ തന്നെ, അതായത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യത്തില്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു എന്ന് നമ്മൾ വായിക്കുന്നു. इसके लिए हम यूहन्ना का पुस्तक उसका 20वां अध्याय पहला वचन पढ़े. सप्ताह के पहले दिन मरियम मगदलिनी भोर को अंधेरे रहते ही कब्र पर आई और पत्थर को कब्र से हटा हुआ देखा. അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹമായിരുന്നു ഇരുട്ടുള്ളപ്പോൾ തന്നെ ഒരു സ്ത്രീ കല്ലറയ്ക്കൽ പോകണമെങ്കിൽ അത്
ധൈര്യമല്ല അവളെ നയിച്ചിരുന്നത്, കർത്താവിനോടുള്ള സ്നേഹമായിരുന്നു. अगर एक स्त्री इस तरीके में अंधेरे में अगर एक कब्रिस्तान में अगर जाना है तो वो डर नहीं था, वो जो डर के मारे कोई नहीं जाता, लेकिन वो जो धैर्य जो है, वो जो हिम्मत जो है, वो नहीं बांध कर वो गई, लेकिन वो प्रेम से विवश होकर वो स्त्री चले गई करके हम देखते हैं। ഇവിടെ നാം ഇന്ന് ഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തുയേശുവിന്റെ മരണപുനരുത്ഥാനത്തിലുള്ള സ്നേഹം നിമിത്തം നിർബന്ധിതരായി ജീവിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. इधर हम देखना चाहिए कि प्रभु यीशु मसीह के मृत्यु और पुनरुत्थान के द्वारा जो बंदी किए गए, जो प्रेम से बंदी किए गए कुछ विश्वासियों के झुंड इसके बीच में है हम देखते हैं। എന്നാൽ മറ്റൊരു കൂട്ടം ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ എല്ലാ മതക്കാരുമുണ്ട്. അവരുടെ ചിന്ത ചില സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ്. लेकिन ऐसे भी कोई झुंड है जिधर हम देखते हैं कि वे लोग कहते हैं कि हम किसी भी तरह हम परमेश्वर की सीमा प्रसन्न करके हम जी सकते हैं। അങ്ങനെ കർത്താവും ഇങ്ങനെ പറയുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് ഒരു പരീശൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവന് അവന്റെ സൽപ്രവൃത്തികളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നതായി കാണിക്കുന്നുണ്ട്. हम देखते हैं लूका का सुसमाचार 18वां अध्याय में दो व्यक्ति जब भी प्रार्थना करने गए, तभी फरीसी जब भी प्रार्थना कर रहा था तभी उसने किस तरह प्रार्थना किया करके हम उधर देखते हैं। എന്നാൽ പൗലോസ് ദമസ്കോസിൽ വെച്ച് കർത്താവിനെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ടു, അവനാൽ പിടിക്കപ്പെട്ടു. അവന്റെ സ്നേഹമായിരുന്നു പൗലോസിനെ നിർബന്ധിച്ചിരുന്നത്. और प्रेरित पौल दमस्कुस के ओर जाते वक्त जब भी वो परमेश्वर का बहुत बड़ा ज्योति देखा, तभी वो परमेश्वर का प्रेम से वो पकड़ाया गया था, बंदी बनाया गया था, और वो प्रेम ने वो विवश किया उनको कि वो परमेश्वर के लिए खड़े हो सके। ആ സ്നേഹത്തിന്റെ മുൻപാകെ പൗലോസിന്റെ മതത്തിന്റെ എല്ലാ ആചാരങ്ങളും ഒന്നുമില്ല എന്ന് പൗലോസ് വ്യക്തമായി ഗ്രഹിച്ചു. और प्रेरित पौल इधर बहुत अच्छी तरीके से समझ गया कि धर्म का कोई भी रीत रिवाज इधर मैंने नहीं रखता करके वो समझ गया। പൗലോസും ഒരു മതഭക്തനായിരുന്നു. തന്റെ മതഭക്തി, ആചാരം, അഭിമാനം, ആഭിജാത്യം ഇങ്ങനെയുള്ളതെല്ലാം ഒന്നുമില്ല എന്ന് പൗലോസിനെ വ്യക്തമാക്കുന്നതായിരുന്നു യേശുക്രിസ്തു നൽകിയ ദർശനം. और हम देखते हैं प्रेरित पौल जो है वो ये उनके धर्म में बहुत ही भक्ति व्यक्ति था, बहुत ही प्रार्थना पूर्वक वाला व्यक्ति था। ये सारा भक्तिहीन जो है, जो वो जो करता था, वो जो चलता था, ये सारे बातें जो है वो धर्म में जो करता था, वो सारे बातें कुछ भी नहीं है करके, वो सारे बातें व्यर्थ था करके जब प्रभु यीशु मसीह के साथ मुलाकात हुआ तब पता चला। അതെ, ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസും തന്റെ മതത്തെക്കുറിച്ചും തന്റെ അഭിമാനത്തെക്കുറിച്ചും അനവധി കാര്യങ്ങള് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. और हम देखते हैं फिलिपियों का पुस्तक 3रा अध्याय में 5वां वाक्य में हम देखते हैं जो उनके बहुत सारे जो गुण विशेष जो है वो धर्म से जो पकड़ते थे, वो उसके विषय में वो बहुत कहता था, बहुत अभिमानी था, वो बहुत घमंड करता था करके हम देखते हैं। എന്നാൽ 8-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാല് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇതെല്ലാം ചവർന്നെണ്ണുന്നു എന്ന് പറയുന്നു. और हम देखते हैं वचन 8 में, वरन मैं अपने प्रभु मसीह यीशु की पहचान की उत्तमता के कारण सब बातों को हानि समझता हूं। അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലുണ്ട്, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ആർ വേർപെടുത്തു എന്ന് ചോദിക്കുന്നു. इसके लिए हम देखते रोमियो का पुस्तक उसका 8वां अध्याय में प्रेरित पौल कहता है, इस प्रकार का प्रेम से मुझे अब कौन छुड़ा सकता है। എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു, പൗലോസ് സംസാരിച്ചതും എഴുതിയതുമെല്ലാം തന്റെ അനുഭവമായിരുന്നു. मैं इस प्रकार मैंने बात की और मैं मनन किया कि प्रेरित पौल जो बातें कहते थे और लिखता होता, वो सारा उनका जीवन का एक बातें था.
അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് എന്നുള്ള പ്രയോഗം. हम देखते हैं वचन 4 पढ़े। तो हे मेरे भाइयों, तुम भी मसीह की देह के द्वारा व्यवस्था के लिए मरे हुए बन गए कि उस दूसरे के हो जाओ. ഓക്കെ, ഇവിടെ മരിച്ചുയർത്തവനായ ക്രിസ്തുവിന് നാം ആയിത്തീരേണ്ടതിന് എന്ന പ്രയോഗമാണ്. तो मरे दूसरे के लिए दूसरे को जो हो जाए, जो मरे हुए में से जी उठा, इस प्रकार हम देखते हैं. അപ്പോൾ മരണവും പുനരുത്ഥാനവും നടന്നവനായ ക്രിസ്തുവിനോടാണ് നാം ഒന്നാകേണ്ടത്. और जो मृत्यु और पुनरुत्थान हुआ प्रभु यीशु मसीह के साथ हमें एक होना है. അവനോട് ഒന്നാകണമെങ്കിൽ ഈ മരണവും പുനരുത്ഥാനവും നമ്മിലും പ്രവർത്തിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. और उनमें हमें अगर एक होना है तो ये मृत्यु और पुनरुत्थान का जो बात है वो हमारे में भी कार्य करना चाहिए. എങ്കിൽ മാത്രമേ ദൈവത്തിന് ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. फिर ही हम फलदायक बन सकते हैं करके हम देखते हैं. അപ്പോൾ ദൈവം തന്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ പുത്രനിൽ വിശ്വസിക്കുന്ന അനേക പുത്രന്മാരുണ്ടാകണം. परमेश्वर ने जब एकलौता पुत्र को ये संसार में भेजा, तभी बहुत बड़ा आग्रह से भेजा कि ये जो मेरे पुत्र पर विश्वास करने वाले बहुत सारे बच्चे होने चाहिए. അതാണ് ഏക ഗോതമ്പ് മണി വീണാൽ അത് ചത്താൽ അനേക ഗോതമ്പ് മണികൾ ഉളവാകുന്ന കാര്യമായിരുന്നു. इसीलिए हम देखते हैं एक दाना जब भी वो ये भूमि में गिरता है और वो अनेक दानों को वो उत्पन्न करता है, उस प्रकार का जीवन था. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ വിശ്വസിച്ചതും അവന്റെ മരണ പുനരുത്ഥാനമാണ്. तो इसके लिए हमारा उद्धार हम प्राप्त करें, इसीलिए हमें हमारा जो विश्वास है वो भी उनका मृत्यु और पुनरुत्थान के आधार पर. മറ്റൊന്നിലുമല്ല, മറ്റേതെങ്കിലും ഒരു നന്മ പ്രവൃത്തിയാലോ ഏതെങ്കിലും ഒരു പാപപരിഹാര വേലയാലും അല്ല നമുക്ക് രക്ഷയുള്ളത്. हमारा कोई अच्छे बातों के काम के वजह से या हमारे कोई पुण्य बातों के वजह से नहीं हमारा उद्धार का रास्ता हम देखते हैं. നമുക്കറിയാം, രണ്ട് വിധത്തിലുള്ളതായ ഫലം കായ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. दो तरीके से फल उत्पन्न करने के विषय में मत्ती का सुसमाचार 13वां अध्याय में हम देखते हैं. അതിന്റെ 25-ാം വാക്യത്തില് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തില് ശത്രു വന്നാണ് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചത്. हम देखते हैं शत्रु था, बैरी था, आकर जो गेहूं के बीच में जंगली बीज बोकर चला गया. എന്നിട്ട് 37-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് അതിന്റെ വിവരണം പറയുന്നുണ്ട്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം എന്ന് നമ്മൾ വായിക്കുന്നു. और 38-39 पढ़े. खेत संसार है, अच्छा बीज राज्य के संतान और जंगली बीज दुष्ट के संतान है. जिस बैरी ने उनको बोया वह शैतान है. कटनी जगत का अंत है और काटने वाले स्वर्गदूत है. അപ്പോൾ ക്രിസ്തുവിന് ഫലം കായ്ക്കണമെങ്കിൽ മരണപുനരുത്ഥാനം നടന്നവനായ ഒരുവനോട് നാം ഒന്നായിരിക്കണം. अगर मसीह में अगर हमें फलवंत होना है तो जो मृत्यु और पुनरुत्थान हुआ व्यक्ति के साथ हमें जुड़ना है. ഓക്കെ, ഇതൊരു എന്നാൽ മറ്റു പല കർമ്മങ്ങൾ ചെയ്തും ഫലം കായ്ക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. और बहुत सारे बातों से तुम फल दे सकते हो, इस प्रकार का जो सोच विचार करने वाले लोग हैं हमारे बीच. അത് വെറും ഇല കൊണ്ട് മറയ്ക്കുന്ന പോലെ ആയിത്തീരും. ആദാം പാപം ചെയ്തതിന് ശേഷം അത്തിയില കൊണ്ട് മറയ്ക്കുന്നത് പോലെയാണ്. हम देखते हैं आदम पाप करने के बाद वो पत्ते से वो छुपा देता है अपने आप को, इस तरीके का काम ही वो हो जाता है इधर भी. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഒന്ന് മരണപുനരുത്ഥാനം ചെയ്തവന് ഫലം കായ്ക്കുന്ന ഒരവസ്ഥയും തങ്ങളുടെ പ്രവൃത്തികളാൽ
ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന മതത്തിന്റെ പ്രവൃത്തികളും. हम देखते हैं इधर दो बातें, जो मृत्यु और पुनरुत्थान के विषय में आधार पे जो विश्वास किए हुए एक झुंड लोग, और दूसरा झुंड जो अपने कार्य के वजह से कुछ विश्वास उत्पन्न होता है, जो कार्य के वजह से जो आगे आते हैं उत्पन्न किया है वो विश्वास। वो ये दो प्रकार का झुंड को हमें देखते हैं। എന്നാൽ മതത്തിന്റെ ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തിന് മുൻപാകെ നിൽപ്പാനോ ദൈവജീവനുമായിട്ട് ബന്ധപ്പെടാനോ കഴിയുകയില്ല എന്നാണ് ആദാമിന്റെ പ്രവൃത്തിയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. और परमेश्वर ये प्रकट करता है कि अपना कोई भी धर्म का कोई भी बातों या अच्छे कामों के वजह से हम परमेश्वर की उपस्थिति में खड़े नहीं हो सकते हैं, ये हम उधर देखते हैं। എന്നാൽ ദൈവം ചെയ്ത പ്രവൃത്തിയായിരുന്നു അവന് സംരക്ഷണമായിട്ടുണ്ടായിരുന്നത്. लेकिन परमेश्वर ने जो कार्य किया है वो ही बात था जो उसको संभाले रखा। ദൈവം അവനെ തോൽ കൊണ്ട് ഉടുപ്പിച്ചപ്പോഴാണ് അവന് ദൈവസന്നിധിയിൽ നിൽപ്പാനും ദൈവവുമായി തുടർന്ന് കൂട്ടായ്മ നടത്തുവാനും സഹായമായി തീർന്നത്. जब परमेश्वर ने वो चमड़े से जब भी उसको ढका, तभी था वो व्यक्ति वो परमेश्वर के साथ अच्छा संगति कर पाया। ഞാൻ നിങ്ങളെ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ വിളിക്കുകയാണ്. അവിടെ മറ്റൊരുവന് ഫലം കായ്ക്കേണ്ടതിന് എന്ന് പറയുന്ന കാര്യം ഒരു സ്ത്രീ പുരുഷ ബന്ധം പോലെയാണ്. मैं तुम्हें रोमियो 7 के 4 पर मैं तुम्हें लाना चाहता हूं। उधर कहता है कि एक दूसरा व्यक्ति के लिए तुम फल प्राप्त करो। इधर एक स्त्री और पुरुष के विषय में, वो बंधन के विषय में उधर कहा गया है। എന്നുവെച്ചാൽ മരിച്ചുയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് എന്നുള്ള പ്രയോഗം ഒരു പുരുഷന് ഭാര്യയാകേണ്ടതിന് എന്ന പ്രയോഗത്തിന് തുല്യമാണ്. तो मरकर जी उठकर जो पुनरुत्थान होकर तुम दूसरों के लिए बने, ये जो बात है वो एक स्त्री जो एक पुरुष जो है वो स्त्री के लिए है, उस प्रकार का वो एक अवस्था है। അപ്പോൾ ക്രിസ്തുയേശുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമാണ് പരിശുദ്ധാത്മ പ്രവർത്തനം മനുഷ്യരിലേക്ക് വ്യാപകമായത്. तो प्रभु यीशु मसीह का वो पुनरुत्थान के बाद था, वो पवित्र आत्मा का जो कार्य है वो मंडली में वो पूरी तरीके से काम किया। എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ചിലര് രക്ഷിക്കപ്പെടുകയും ദൈവമക്കളായി തീരുകയും ചെയ്യുന്ന പ്രവർത്തനം ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമാണ് നടന്നത്. तो प्रभु यीशु मसीह का मृत्यु के बाद था वो काम बहुत अच्छी तरीके से वो चल पाया, जिधर मनुष्य जो है जो उद्धार प्राप्त किया गया है पवित्र आत्मा के द्वारा। ഇതുപോലെ ക്രിസ്തുയേശുവിന്റെ മരണ പുനരുത്ഥാനം ഒരുവനിൽ പ്രവർത്തിക്കുന്നതിനാൽ മാത്രമാണ് അവനിൽ പരിശുദ്ധാത്മ പ്രവർത്തനവും ഉളവാകുന്നത്. इसी प्रकार जो व्यक्ति पर प्रभु यीशु मसीह का जो मृत्यु का और पुनरुत्थान का अवस्था जिधर आ जाता है, उधर पवित्र आत्मा काम करता है। അതിന് ഒരു ഉദാഹരണമുണ്ട്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആണ് അതിന്റെ ഒരു നിഴലായിട്ട് കാണുന്നത്. इसका हम परछाई में अगर हम देखा जाए तो एस्तेर का पुस्तक में 2वां अध्याय में हम देखते हैं। അവിടെ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെയാണ്. उसका 12वां वचन हम देखते हैं। രാജാവ് അനേക സ്ത്രീകളെ രാജ്ഞിയാക്കി തീർക്കേണ്ടതിനു വേണ്ടി അനേകരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. और राजा जो है वो अपना रानी बनाने के लिए बहुत सारे स्त्रियों को वो उधर बुला रहा है। 12-ാം വാക്യം, ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്ത് കഴിഞ്ഞ ശേഷം എന്നിട്ട് പിന്നെ തുടർന്ന് ഒരു വരയിട്ടിട്ടാണ് പറയുന്നത്, 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനു വേണ്ടി മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും എന്നെഴുതിയിരിക്കുന്നു. वचन 12 पढ़े। जब एक एक कन्या की बारी हुई कि यह शेयर्श राजा के पास जाए, और यह उस समय हुआ जब उसके साथ स्त्रियों के लिए ठहराए हुए नियम के अनुसार 12 माह तक व्यवहार किया गया था, अर्थात उनके शुद्ध करने के दिन इसी रीति से बीत गए कि 6 माह तक गंधरस का तेल लगाया जाता था और 6 माह तक सुगंध द्रव्य
और स्त्रियों के शुद्ध करने का और सामान लगाया जाता था. ഓക്കെ, അവിടെ അതിന്റെ 8-ാം വാക്യത്തിൽ, എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഹേഗായി എന്ന് പറയുന്ന ഒരു ഷണ്ണനെ കുറിച്ച് കാണുന്നുണ്ട്. हम देखते हैं वचन 8 में, उधर 2 का 8 में हम देखता है हिगाई करके एक अधिकारी को उधर हम देखते हैं. എസ്തേർ 6 മാസത്തെ മൂരിന്റെ പ്രയോഗവും 6 മാസത്തെ പരിമള തൈലത്തിന്റെ പ്രയോഗവും കഴിഞ്ഞപ്പോഴാണ് ഹേഗായിയുടെ ശബ്ദം കേൾക്കുന്നത്. और 6 महीने का गंधरस का तेल और 6 महीने का सुगंध द्रव्य का ये जो अवस्था होने के बाद है, ये इधर एस्तेर जो है वो हिगाई का आवाज सुन रहे. അപ്പോഴാണ് ചില ആലോചന ഹേഗായി പറഞ്ഞു കൊടുക്കുന്നത്. इधर है हम देखते हैं हिगाई जो है वो कुछ बातें कहता है. ഇതുപോലെയാണ് ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ ശബ്ദവും കേൾക്കാൻ കഴിയുന്നത്. इसी तरीके से प्रभु यीशु मसीह का मृत्यु और पुनरुत्थान का जो अवस्थे से जो गुजर कर गए हुए व्यक्तियों को ही परमेश्वर का जो बातें है वो पवित्र आत्मा बताती है. ഓക്കെ, ഇതുപോലെയാണ് പൗലോസിന്റെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെ വിലമതിക്കുവാൻ ഒരു കാരണമുണ്ട്. ഡെമസ്കോസിൽ വെച്ച് അവനെ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവന്റെ മതപരമായ എല്ലാം അവൻ അവിടെ അവസാനിപ്പിച്ചു. इसीलिए हम देखते हैं जब भी प्रभु यीशु मसीह का जब भी उसका मुलाकात हुआ प्रेरित पौल को, तभी प्रेरित पौल को भी पता चला ये बात, ये जो धर्म में जो भी बातें थी वो व्यर्थ थी. तो धर्म का सारे बातें जो वो चाल चलन में वो चला आ रहा था, वो उधर उसी क्षण में वो उधर पूरी तरीके से नकार. മാത്രവുമല്ല, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എനിക്ക് അനുഭവിച്ചറിയണം. फिलिपियों 3 का 10 पढ़े. और मैं उसको और उसके मृत्युंजय की सामर्थ को और उसके साथ दुखों में सहभागी होने के मर्म को जानूं और उसकी मृत्यु की समानता को प्राप्त करूं. കാരണം പൗലോസിന് അറിയാമായിരുന്നു ഈ ക്രിസ്തു എങ്ങനെയുള്ളവനാണെന്ന്. क्योंकि प्रेरित पौल बहुत अच्छी तरीके से जानता है कि प्रभु यीशु मसीह किस तरह का व्यक्ति है. അതെ, അന്ന് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിട്ടില്ല എങ്കിലും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട്. हम देखते हैं प्रकाशित वाक्य उस समय में लिखा नहीं गया था, लेकिन 1 के 18 में हम देखते हैं कि मैं मर गया था और अब देख मैं युगान युग जीवता हूँ और मृत्यु और अधोलोक की कुंजियां मेरे ही पास है. ഓക്കെ, എന്തിനായിരുന്നു ഈ മൂര് കൊണ്ടും പരിമള തൈലം കൊണ്ടും ഉള്ള ഒരു ഒരുക്കം അന്ന് സ്ത്രീകൾക്ക് ആവശ്യമായിരുന്നത് എസ്തേറിന്റെ കാലത്ത്? और एस्तेर के समय में इस तरह का जो सुगंधदायक जो गंधरस का जो तेल है और जो सुगंधदायक वस्तु से जो स्त्रियों का शुद्धिकरण हम देखते हैं इधर लगाया जाता था, इस प्रकार का शुद्धिकरण का बातें क्यों इधर चल रहा है? കാരണം രാജാവിന് ഇഷ്ടമില്ലാത്ത അനേക കാര്യങ്ങൾ ഈ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റേണ്ടതിന് വേണ്ടിയായിരുന്നു മൂരിന്റെ പ്രയോഗം. इसीलिए ये राजा को जो पसंद नहीं है, ऐसे बहुत सारे बातें जो है ये स्त्रियों के शरीर में थी, जिसके वजह से वो गंधरस इस्तेमाल किया जाता है. അതോടൊപ്പം തന്നെ പരിമള തൈലം കൊണ്ടുള്ള പ്രയോഗം കൂടുതൽ സുഗന്ധമുള്ളവളായി മാറേണ്ടതിന് വേണ്ടിയായിരുന്നു. और ये सुगंध द्रव्य का ये जो इस्तेमाल है वो इसीलिए था ताकि इनके शरीर के द्वारा और इनके द्वारा सुगंधाय खुशबुआ निकले. ഓക്കെ, അതുകൊണ്ടാണ് പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം എന്നുള്ള കാര്യം. इसके लिए फिलिप्पी का पुस्तक 3रा अध्याय उसका 10वां वचन में हम देखते हैं उसका मृत्यु के साथ हमें समानता प्राप्त करना है. ഒരാൾ എത്രമാത്രം അവന്റെ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് അനുരൂപപ്പെടുമോ അത്രമാത്രമാണ് അവരിൽ നിന്ന്
ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും വെളിപ്പെടുന്നത്. जिस माप से एक व्यक्ति उनके मृत्यु के समानता में जब हो जाता है, उसी ही माप से हम देखते हैं उनके पुनरुत्थान में भी वो एक बन जाता है. ഇത് ഒരു പഴയ നിയമത്തിലെ ഒരു നിഴലിലൂടെ ഈ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. और पुराने नियम के एक परछाई से मैं ये बात को व्यक्त करना चाहता हूँ. അതിന് ആധാരമായിട്ട് ഭോജനയാഗം നമുക്കെടുക്കാം. ലേവ്യ പുസ്തകം 2-ാം അധ്യായം. इसके विषय में हम देखते हैं कि लेवी का पुस्तक 2 अध्याय में भोजन बलि के विषय में हम देखते हैं. अन्न बलि. ഭോജനയാഗത്തില് കുന്തിരിക്കം എന്ന ഒരു പദാർത്ഥം ഉണ്ടായിരുന്നു. और ये अन्न बलि में पहला वचन हम देखते हैं उधर फ्रैंकिनसेंस. അവിടെ അതായത് മാവ്, എണ്ണ, കുന്തിരിക്കം ഈ 3 വസ്തുക്കളാണുള്ളത്. उधर मैदा, तेल और लोबान. ഓക്കെ. ആ കുന്തിരിക്കം മുഴുവനും തീയിൽ വെന്തിരിയണമായിരുന്നു. और पूरी तरीके से आग में भस्म, आग के भट्टी में जलना चाहिए. അപ്പോൾ ആ കുന്തിരിക്കം കത്തി എരിഞ്ഞത് യാഗപീഠത്തിലെ തീയിലായിരുന്നു. और ये वेदी के जो आग है वो आग से ये जो लोबान का ये पूरी तरीके से जलता था. ഇത് കാണിക്കുന്നത് ദൈവ ഇഷ്ടം ക്രിസ്തു നിറവേറ്റിയത്, അല്ലെങ്കിൽ ക്രൂശിലെ മരണം ക്രിസ്തു നിറവേറ്റിയത് ദൈവത്തെ പൂർണ്ണമായിട്ടും പ്രസാദിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു. मैंने ये दिखाता है कि यीशु मसीह का जो मृत्यु जो था काल्वरी क्रूस में, वो पूरी तरीके से परमेश्वर का हृदय को भाया. അപ്പോൾ ഭോജനയാഗം 2-ാമത്തെ യാഗവും ഹോമയാഗം 1-ാമത്തെ യാഗവുമാണ്. और अन्न बलि जो है वो दूसरा बलि और होम बलि वो पहला बलि हम देखते हैं. ഹോമയാഗം ദൈവത്തിന് തന്നെത്താൻ സമർപ്പിച്ച ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. होम बलि जो यीशु मसीह अपने आप को परमेश्वर के हाथों में सौंपा, इस विषय को दिखाता है. ദൈവത്തെ പ്രസാദിപ്പിച്ച ക്രിസ്തുവിനെ, और परमेश्वर को भाया हुआ एक व्यक्ति के विषय में उधर हम देखते हैं. എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി പ്രസാദിപ്പിച്ച ക്രിസ്തുവിനെയാണ് ഹോമയാഗം കാണിക്കുന്നത്. सारे अर्थ में परमेश्वर के लिए बहुत प्रसन्न हुआ एक व्यक्ति था प्रभु यीशु मसीह, वो देखते हैं हम होम बलि के द्वारा. എന്നാൽ ഭോജനയാഗം കാണിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ ജീവിതത്തെയുമാണ്. लेकिन अन्न बलि प्रभु यीशु मसीह का जीवन को बताता. എന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്? അതായത് മരണത്തിലൂടെ ദൈവ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിയ ക്രിസ്തുവിന്റെ ജീവിതമാണ് സഭയിലുള്ളവർ ജീവിക്കേണ്ടത്. और मृत्यु के द्वारा पूरी तरीके से पिता परमेश्वर का हृदय को भाया हुआ जो व्यक्ति का जीवन है, वो हम विश्वासियों को चलाना चाहिए. അപ്പോൾ ക്രിസ്തു ദൈവത്തെ ഏറ്റവും അധികം പ്രസാദിപ്പിച്ചത് തന്റെ മരണത്തിലായിരുന്നു. और प्रभु यीशु मसीह ने अपने मृत्यु के द्वारा अपना पिता परमेश्वर को प्रसन्न किया. ഓക്കെ. ഇങ്ങനെ മരണത്തിലൂടെ ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചവനായ, മരണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചവനായ ക്രിസ്തു ആയിരിക്കണം ഒരു ദൈവ പൈതലിന്റെ മാതൃക. और एक विश्वासी का एक जो आदर्श वो होना चाहिए, जो व्यक्ति अपने आप को पूरी तरीके से परमेश्वर का इच्छा के लिए जो अपने आप को सौंप दिया है, वो जो इच्छा पूरा करने के लिए जिया है, वो हमारा प्रभु यीशु मसीह. അതുകൊണ്ടാണ് 2-ാമത് ഹോമയാഗം കാണിച്ചിരിക്കുന്നത്. इसके लिए पहला होम बलि हम देखते हैं बताया गया, और दूसरा जो अन्न बलि है वो बताया इसलिए गया हम देखते. സോറി, 2-ാമത് ഭോജനയാഗം കാണിച്ചിരിക്കുന്നത്, ക്ഷമിക്കണം. दूसरा अन्न बलि जो इसलिए बताया गया. ഓക്കെ. ഇങ്ങനെ ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് ജീവിച്ചവനായ പൗലോസ് എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിന് വേണ്ടി ബദ്ധനായിരുന്നു. इस तरीके से प्रभु यीशु मसीह की मृत्यु के समानता में जिया हुआ ये जो प्रेरित पौलुस जो है, वो सारे बातों में वो बंदी था. അതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ മനസ്സ് മാത്രമായിരുന്നു പൗലോസിനെ നിയന്ത്രിച്ചിരുന്നതും. और इधर प्रेरित पौलुस का जो मनों को जो नियंत्रित किया हुआ, जो सिर्फ और सिर्फ प्रभु यीशु मसीह का मन था.
അതിലെ ഒരു കാര്യം നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്ന ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉള്ളങ്ങൾ അവിടെ തുറന്ന് കാണിക്കുന്നുണ്ട്. യോഹन्ना का सुसमाचार 17वां अध्याय में प्रभु यीशु मसीह के हृदय को पूरी तरीके से उधर खोल के हम देखते हैं. അപ്പോൾ അവിടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യത്തിൽ ഇങ്ങനെയാണ്: നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. 7 और 8 पढ़े. अब वे जान गए हैं कि जो कुछ तूने मुझे दिया है सब तेरी ओर से है, क्योंकि जो बातें तूने मुझे पहुंचा दी मैंने उन्हें उनको पहुंचा दिया और उन्होंने उनको ग्रहण किया, और सच सच जान लिया है कि मैं तेरी ओर से निकला हूँ, और प्रतीति कर ली है कि तू ही ने मुझे भेजा. ഒരു കാര്യം ഇതാണ്: നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. एक बात उसमें खास बात यह है कि जो वचन तूने मुझे दिया है वो मैंने वे लोगों को दी. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു അത് ക്രിസ്തുവിന്റെ മനസ്സാണ്. ഈ മനസ്സാണ് പൗലോസിൽ ഉണ്ടായിരുന്നതെന്ന് 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. और यही मन जो है वो प्रेरित में भी था करके हम देखते हैं. 1 तेस्सलोनिके पुस्तक में 1 अध्याय में हम देखते हैं. അത് 1-ാം അധ്യായം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളില് ഈ കാര്യം വിവരിച്ചിരിക്കുന്നു. और 2 का दूसरा अध्याय का 1 वचन से 12 वचन तक ये 12 वाक्य में भी ये मन ही प्रेरित पौलो को भी नियंत्रण किया था करके हम देखते हैं. അപ്പൊ 1-2 വാക്യം ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. एक और 2 पढ़े जल्दी. हे भाइयों, तुम आप ही जानते हो कि हमारा तुम्हारे पास आना व्यर्थ न हुआ, परंतु तुम आप ही जानते हो कि पहले फिलिप्पी में दुख उठाने और उपद्रव सहने पर भी हमारे परमेश्वर ने हमें ऐसा ही आप दिया कि हम परमेश्वर का सुसमाचार भारी विरोधों के होते हुए भी तुम्हें सुनाए. ഓക്കെ, ഇനി ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറയുകയാണ്. അതായത് 6-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചിട്ടില്ല. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. वचन 6 और 7 पढ़े. और यद्यपि हम मसीह के प्रेरित होने के कारण तुम पर बोझ डाल सकते थे, तो भी हम मनुष्यों से आदर नहीं चाहते थे, और न तुमसे न और किसी से, परंतु जिस तरह माता अपने बालकों का पालन पोषण करती है वैसे ही हमने भी तुम्हारे बीच में रहकर कोमलता दिखाई है. ഓക്കെ, പൗലോസ് വെറും ഒരു ഉപദേശകനായിട്ടല്ലായിരുന്നു, പിന്നെയോ അമ്മയ്ക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരമ്മയുടെ ഹൃദയത്തിന്റെ സ്നേഹവും ആർദ്രതയോടും കൂടിയായിരുന്നു പൗലോസ് അവരോട് ദൈവവചനം പ്രസംഗിച്ചത്. प्रेरित पौल जो है कोई उपदेश देने वाला व्यक्ति के समान नहीं था, लेकिन वो समान था जिस तरह माता अपने बालकों का पालन पोषण करता है, और वैसे ही हमने भी तुम्हारे बीच पे रहकर कोमलता दिखाई है, ऐसा प्रेरित पौल कहता है. ഇത് ക്രൂശിക്കപ്പെട്ടവനും പുനരുത്ഥാനം ചെയ്തവനുമായ ക്രിസ്തുവുമായിട്ട് പൗലോസിനുണ്ടായിരുന്ന അഭേദ്യ ബന്ധത്തിൽ നിന്നും ഉളവായ ഫലമാണ്. और प्रेरित पौल में उनके प्रभु यीशु मसीह के मृत्यु पुनरुत्थान के बाद जो बहुत बड़ा फल उन्होंने जो उत्पन्न हुआ है उनके द्वारा, वो उसका सिर्फ प्रकटीकरण था. ये वचन के द्वारा हम देखते. അതുകൊണ്ട് 3-ാം വാക്യം നമുക്ക് നോക്കാം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. इसके लिए हम देखते हैं वचन 3 में, क्योंकि हमारा उपदेश न भ्रम से है और न अशुद्धता से और
और न छल के साथ। പിന്നെയോ പിന്നെ തുടർന്ന് 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. लेकिन वचन 4 पढ़े। और जैसा परमेश्वर ने हमें योग्य ठहराकर सुसमाचार सौंपा, हम वैसा ही वर्णन करते हैं, और इसमें मनुष्यों को नहीं परंतु परमेश्वर को जो हमारे मनों को जांचता है प्रसन्न करते हैं. അപ്പോൾ പൗലോസ് ദൈവവചനം സംസാരിക്കുമ്പോൾ പൗലോസിന്റെ ഉള്ളങ്ങൾ പൗലോസിന്റെ ഉള്ളങ്ങളിലെ ഓരോ വാക്കുകളും പൗലോസ് നന്നായി പരിശോധിച്ചിരുന്നു. जब ये प्रेरित पौल जब सुसमाचार बांटता था, तभी उनके द्वारा आने वाला हर शब्दों को वो बहुत ही गहराई से वो जांचता था. പൗലോസ് ആദ്യം താൻ പറയാനുള്ള കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് അത് ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് പരിശോധിച്ചു കൊണ്ട് തന്നെയായിരുന്നു സംസാരിച്ചത്. इसीलिए प्रेरित पौल जब भी बात करता था, उसके पहले जो बातें वो करना चाहता था, वो बातों को परमेश्वर को उपस्थिति में वो जांचता था कि क्या ये प्रसन्नदायक बातें हैं जो मैं लोगों के बीच में बांट सकता हूँ. അതോടൊപ്പം തന്നെ ചില നെഗറ്റീവായ അല്ലെങ്കിൽ പ്രതിലോമമായ ചില കാര്യങ്ങളും പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. और कुछ विरोधी का जो विरुद्ध होने वाला जो बातें हैं, जो नेगेटिव बातें हैं, वो भी प्रेरित पौल इधर बताता है. 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചില്ല. वचन 5 पढ़े. क्योंकि तुम जानते हो कि हम न तो कभी लल्लोपति की बातें किया करते थे और न लोभ के लिए बहाना करते थे, परमेश्वर गवाह है. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരും സുവിശേഷം പ്രസംഗിക്കുന്ന പ്രസംഗികർക്ക് ഒരു താക്കീതെന്ന നിലയിലാണ് പൗലോസ് ഇവിടെ പറയുന്നത്. आज के जमाने में बहुत सारा जो प्रचारक जो प्रचार करते हैं, उसके लिए बहुत एक चेतावनी के समान इधर प्रेरित पौल कह रहा है. ഞാൻ ആരെ കുറ്റം പറയുകയല്ല, അതായത് ദൈവവചനം പ്രസംഗിക്കുന്നവരെ കടന്നു പിടിക്കാവുന്ന പ്രധാനപ്പെട്ട 2 തടസ്സങ്ങളാണ് ഇവ. और ये जो बातें हैं, वो जो प्रचार करने वाला व्यक्ति को पूरी तरीके से वो बंदी बना सकता है, पकड़ सकता है, ये 2 बातें. അനേകർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മറ്റുള്ള മനുഷ്യരെയും ഉയർന്നവരെയും എല്ലാം മുഖസ്തുതി ഉപയോഗിച്ച് പ്രശംസിക്കും. और जो भी प्रचारक जब भी बातें करते हैं, तभी वो बड़े-बड़े लोगों का जो बातें हैं, जो लल्लोपतों की बातें कर वे लोगों को प्रसन्न करने वाली बातों से वे लोग शुरू करते थे. അതോടൊപ്പം തന്നെ ഇന്നത്തെ അനേക സുവിശേഷകന്മാരും ധനം ലഭിക്കാനുള്ള വഴിയും കൂടെ ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്കുകളും കൂടെ ഉപയോഗിച്ചാണ് അനേകരും പ്രസംഗിക്കുന്നത്. और आज के प्रचारक लोग इस तरह बन गए कि वो लोभ के लिए बहाना बनाकर वे लोग प्रचार करते, ताकि वे लोगों के जो दूसरा मकसद जो है वो धन इकट्ठा करना. എന്നാൽ പൗലോസിനെ അത് നയിച്ചില്ല. കാരണം പൗലോസിന് ഒരു ദർശനവും ഉണ്ടായിരുന്നു. ക്രൂശിക്കപ്പെട്ടവനും പുനരുത്ഥാനം ചെയ്തവനുമായ ക്രിസ്തുവുമായിട്ട് എല്ലാ അർത്ഥത്തിലും ഒന്നായിരിക്കാൻ പൗലോസ് ആഗ്രഹിച്ചു. लेकिन प्रेरित पौलुस का जो दर्शन था वो बहुत ही विभिन्न था, क्योंकि जो मरा हुआ जो और जो पुनरुत्थान पाया हुआ प्रभु यीशु मसीह के समानता में उसका जीवन उनको बिताना है, वो उसके खिलाफ कुछ भी नहीं करके इस प्रकार का जो जीवन है और प्रचार है, सुसमाचार है, वो लोगों के बीचों में बांटा. ഇനി 8-ാം വാക്യം നോക്കണം. അവൻ അവരെ ഓമനിച്ചുകൊണ്ടായിരുന്നു അവരോട് സംസാരിച്ചത്. वचन 8 में हम देखते हैं वो बहुत लालसा करते हुए वो बात कही. അവർക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുക്കാൻ ഒരുക്കമുള്ളവനായിരുന്നു. और वो लोगों के लिए अपना प्राण को भी वो न प्यारा समझा. മാത്രമല്ല, പൗലോസ് രാവും പകലും അധ്വാനിച്ചുകൊണ്ടും അവരുടെ ഇടയിൽ ജീവിച്ചു. और प्रेरित पौल जो है रात दिन मेहनत कर वे लोगों के बीच में जिया. ഇനിയും മാത്രമല്ല, അവരുടെ ഇടയില് പവിത്രതയും നീതിയും അനിന്യമായി നടന്നു.
और वे लोगों के बीच में जो है वो पवित्रता और धार्मिकता और निर्दोषता से रहे। ആ എന്നിട്ട് പിന്നെ പറയുകയാണ്, ഒടുവിലായിട്ട് 12-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരപ്പനെ പോലെ പ്രബോധിപ്പിച്ചു എന്നാണ്. और हम देखते हैं वचन 12 में एक पिता के समान वे लोगों को वो बातें कही। നോക്കണം, അമ്മയെ പോലെയുള്ള ആർദ്രതയും അപ്പനെ പോലെയുള്ളതായ പ്രബോധനവും. और माता के समान कोमलता और पिता के समान एक उपदेश जो है, पिता अपने बालकों के साथ बर्ताव करने वाला जो व्यवहार है, इस प्रकार से प्रेरित पौल वे लोगों के बीच में रहा। ഇങ്ങനെയാണ് പൗലോസ് ഫലം കായ്ച്ചത്. इस प्रकार प्रेरित पौल फलदायक बना। അതിനുവേണ്ടി പൗലോസില് ക്രൂശിന്റെ പ്രവർത്തനം ശക്തമായി പൗലോസ് വഹിച്ചിരുന്നു. इसके लिए प्रेरित पौल जो है क्रूस का जो महत्व है वो अपने हृदयों में और वो बहुत अच्छी तरह से समझ गया। ഒന്നും തന്നിൽ നിന്ന് എന്ന പോലെ വരാതിരിപ്പാൻ പൗലോസ് സൂക്ഷ്മതയുള്ളവനായിരുന്നു. और बहुत ही गंभीरता से बहुत ही संभाले रखा गया कि कुछ भी बातें अपने अंदर से कुछ नहीं आना चाहिए जो अपने बातें। ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ടാണ് പൗലോസ് ഒടുവിൽ പറയുകയാണ്, ഞാനിതാ ഒരു പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. इतना सेविकाई के बावजूद वो कहता है कि देखो मैं एक ऐसा एक बलिदान बन चुका हूँ जो पूरी तरीके से बह चुका हूँ तुम्हारे लिए। ഇതായിരുന്നു, ഇങ്ങനെയാണ് ദൈവഹൃദയത്തെ സന്തോഷിപ്പിച്ചത്. इस प्रकार उनने जो प्रेरित पौल जो है उन्होंने अपना परमेश्वर को प्रसन्न किया। പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാ ഇത് സാധ്യമാകും. ഈ കാര്യം ക്രിസ്തു കാണിച്ച മാതൃകയിലൂടെ അങ്ങ് പോയാൽ മതി. ये कैसा मुमकिन होता है, जो प्रभु यीशु मसीह ने जो आदर्श दिखाया है वो आदर्श के पीछे जब भी तुम हो जाएंगे तब ये मुमकिन होता है। അപ്പോൾ ക്രിസ്തു പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റി. तो प्रभु यीशु मसीह ने अपना पिता का जो आग्रह है वो पूरा किया। പിതാവിന്റെ തിരുവിഷ്ടം നിറവേറ്റിയവനായ ക്രിസ്തുവിന്റെ അതേ പാതയാണ് പൗലോസ് പിന്തുടർന്നത്. और पिता का जो पूरा आग्रह पूरा करने वाला प्रभु यीशु मसीह का चाल चलनों का आदर्श में प्रेरित पौल जी। ഓക്കെ, അത് എന്തിനാലാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും പൗലോസിൽ പ്രവർത്തിച്ചതിനാലാണ്. वो किस बातों के द्वारा है मालूम है प्रियो? क्योंकि वो प्रभु यीशु मसीह के मृत्यु और पुनरुत्थान के बातों के द्वारा। അതായത് എസ്തേറിൽ എങ്ങനെ മൂരും പരിമള തൈലവും പ്രവർത്തിച്ചുവോ അതുപോലെ, और जिस तरह एस्तेर के विषय में जो गंधरस था और जो सुगंधायक जो सुगंध था, जिस तरह वो कार्य किया उस प्रकार। അതായത് മൂരിന്റെ പ്രയോഗം അത് ക്രിസ്തുവിന്റെ മരണത്തെ കാണിക്കുന്നതാണ്. और जो गंधरस जो है वो प्रभु यीशु मसीह का അത് ഏതിന്റെ പ്രയോജനം? മൂര് ക്രിസ്തുവിന്റെ മരണത്തിന്റെ നിഴലാണ് കാണിക്കുന്നത്. और वो मृत्यु को दिखाता है। മരണത്തിന്റെ പ്രയോഗം നടന്നതാണ് മൂരിന്റെ പ്രയോഗം കാണിക്കുന്നത്. और ये लोबान जो है वो मृत्यु का जो बातें है वो पूरा हो गया करके हम देखते हैं. മൂരിന് വേറെ ലബാന് കുന്തിരിക്കത്തിന്റെ അർത്ഥമല്ലേ? അതെ അതെ, ലോബാന്. മൂരിന് വേറെ പദമാണുള്ളത്. ഓക്കെ, ഗന്ധരസം അല്ലേ? ഗന്ധരസം. ഓക്കെ. അപ്പോഴ് നെഗറ്റീവായതിനെ എല്ലാം നമ്മിൽ നിന്ന് മാറ്റുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മിൽ പ്രവർത്തിക്കുന്നതിനാലാണ്. और प्रभु यीशु मसीह का क्रूस जब भी हमारे अंदर कार्य करता है, जो भी नेगेटिव बातें हैं वो उसके साथ वो बातें वो डील होता है उधर. അതിനാൽ മാത്രമേ പോസിറ്റീവായ അനുഗ്രഹപൂർണമായ അല്ലെങ്കിൽ പുനരുത്ഥാനത്തിലൂടെ മനുഷ്യർക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭ്യമാണ്. और उसी तरह दूसरे पहलू में हम देखा जाए तो अनुग्रह के द्वारा जो भी परमेश्वर अपने लोगों को आशीष में देना चाहता है वो भी उधर उसके सामने वो कार्य करता है. ഇങ്ങനെയുള്ളവരാണ് പരിശുദ്ധാത്മ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നത്. इस प्रकार के लोग हैं जो पवित्र आत्मा का आवाज को सुनकर वो परमेश्वर का प्रसन्न बनते. റോമാലേഖനം 7:4 പറയുന്നത് പോലെ ദൈവത്തിന് ഫലം കായ്ക്കുന്നത്.
इसीलिए हम रोमे का पुस्तक 7:4 में हम पढ़े, परमेश्वर के लिए जो फलवंत होते हैं। ഈ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മെ നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. और ये अंतिम समय में इस प्रकार का बातें हमें चलाए, इसीलिए परमेश्वर हमारा मदद करे, നമ്മെ നിയന്ത്രിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. हमें नियंत्रित करे, इसीलिए परमेश्वर हमारा मदद करे. Okay. Thank you. Amen.